യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 21. ബാബിലോണിൻ്റെ പതനം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. നെഗേബിൽ ചുഴലിക്കാറ്റ് വീശുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്ത് നിന്ന് വരുന്നു. ഭീകരമായ ഒരു ദർശനം. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, വിനാശകർ നശിപ്പിക്കുന്നു. ഏലാം, നീ കയറി ചെല്ലുക. മേദിയ, നീ ഉപരോധിക്കുക. അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും. ഞാൻ കഠിനവേദന അനുഭവിക്കുന്നു. ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു. വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു. സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം പുളയുന്നു. ഭീതി എന്നെ നടുക്കുന്നു. ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു. അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു. അവർ തിന്നുകുടിച്ച് ഉല്ലസിക്കുന്നു. സേനാധിപന്മാരെ എഴുന്നേൽക്കുവിൻ, പരിച മിനുക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, ഒരു കാവൽ ഭടനെ നിർത്തുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. 2 കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം. കാവൽ ഭടൻ പറഞ്ഞു, കർത്താവെ, കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു. ഇതാ 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി. അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. മെതിച്ചു പാറ്റപ്പെട്ടവനെ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഏദോം, അറേബ്യ, കേദാർ. ഏദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സെയറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാര, എത്രയാം യാമമായി? രാത്രി ഇനി എത്രയുണ്ട്? കാവൽക്കാരൻ മറുപടി പറഞ്ഞു, പ്രഭാതം വരുന്നു, രാത്രിയും. നിനക്കറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചുകൊള്ളുക. അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട്. ദദാന്യരായ സാർത്ഥവാഹകരെ, നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും. തേമാന്യരെ, നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവീൻ. പലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവീൻ. എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിൻ്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം 1 വർഷത്തിനുള്ളിൽ കേദാറിൻ്റെ സർവ്വമഹത്വവും നശിക്കും. കേദാറിൻ്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. ഇസ്രായേലിൻ്റെ പ്രവാചകന്റെ അരുളി ചെയ്തിരിക്കുന്നത്. ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചും ഏദോം, അറേബ്യ എന്നീ ദേശങ്ങളുടെ മേൽ വരാനിരിക്കുന്ന വിധിയെക്കുറിച്ചുമുള്ള വളരെ ഗൗരവമേറിയ പ്രവചനങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ അടിച്ചമർത്തലിൽ വലഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കിയ കാലമായിരുന്നു അന്ന്. മരുഭൂമിയിലെ കൊടുങ്കാറ്റ് പോലെ ശത്രുക്കൾ പാഞ്ഞു വരുമെന്നും വലിയൊരു സാമ്രാജ്യം തകർന്നടിയും എന്നുള്ള മുന്നറിയിപ്പാണ് യഹൂദ ജനതയ്ക്ക് പ്രവാചകൻ നൽകുന്നത്. ലോകശക്തികൾ എത്ര പ്രബലരായാലും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുൻപിൽ അവയ്ക്ക് നിലനിൽപ്പൊന്നുമില്ലെന്ന് ഈ ചരിത്ര സന്ദർഭം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിലും ദൈവത്തിൻ്റെ പരമാധികാരം തിരിച്ചറിയാൻ
ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ബാബിലോൺ വീണുപോയി എന്നുള്ള ഉച്ചത്തിലുള്ള പ്രഖ്യാപനമാണ്. ലോകത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും പ്രതീകമായ ബാബിലോൺ തകർക്കപ്പെടുമെന്ന് ദൈവം പ്രവാചകനിലൂടെ വ്യക്തമാക്കുന്നു. ഈ പ്രവചനം കേവലം ഒരു നഗരത്തിൻ്റെ തകർച്ചയല്ല, മറിച്ച് തിന്മയുടെ മേൽ ദൈവം നടത്തുന്ന വിജയത്തിൻ്റെ വിളംബരമാണ്. പേർഷ്യക്കാരും മേദ്യരും ചേർന്ന് നടത്തുന്ന ആക്രമണം ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. മനുഷ്യർ പടുത്തുയർത്തുന്ന സകല വ്യർത്ഥമായ കോട്ടകളും ദൈവഹിതത്തിനു മുൻപിൽ തകർന്നടിയുമെന്ന സത്യം ഇവിടെ വെളിപ്പെടുന്നു. പ്രവാചകനായ ഏശയ്യായുടെ മനസ്സിൻ്റെ വിങ്ങലും വേദനയും ഈ അധ്യായത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഒരു പ്രസവ വേദന എന്ന പോലെ ഈ ദർശനം തന്നെ അസ്വസ്ഥനാക്കുന്നുവെന്ന് പ്രവാചകൻ പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആഴം ആയ സഹാനുഭൂതി വളരെ പ്രകടമാണ്. നാശത്തിൻ്റെ ദർശനം ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം മനുഷ്യകുലത്തിൻ്റെ ദുരവസ്ഥയോർത്ത് വിലപിക്കുന്ന ഒരു ആത്മാവ്. കാവൽക്കാരനെ പോലെ ജാഗ്രതയോടെ നിൽക്കുന്ന ഏശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം ഒട്ടും കലർപ്പില്ലാതെ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത ആ വിശ്വസ്തത ഇന്നും നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു മാതൃകയാണ്. പ്രിയ സഹോദര സഹോദരി, സമകാലിക ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികളായ നമുക്ക് വലിയ ആത്മീയ പാഠങ്ങളാണ് ഈ വചനങ്ങൾ നൽകുന്നത്. ലോകത്തിൻ്റെ മോടിയും സൗകര്യങ്ങളും ബാബിലോണിനെ പോലെ നശ്വരമാണെന്നും ദൈവത്തിൻ്റെ നീതി മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നും നാം ഓരോരുത്തരും തിരിച്ചറിയണം. ദുമ എന്ന ദേശത്തെക്കുറിച്ച് പറയുന്ന കാവൽക്കാര, രാത്രി എത്രയായി എന്ന ചോദ്യം നമ്മുടെ ആത്മീയ ജാഗ്രതയെ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. പാപത്തിൻ്റെ ഇരുട്ടിൽ നാം തളർന്നു പോകാതെ വരാനിരിക്കുന്ന പ്രഭാതത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ ആശ്രയിക്കുന്ന സമ്പത്തോ അധികാരമോ നമ്മെ രക്ഷിക്കില്ലെന്നും ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കണമെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നീതിമാനാണെന്നും അവിടുന്ന് പാപത്തെയും അനീതിയെയും ശിക്ഷിക്കുമെന്നും ഈ പ്രവചനം ഉറപ്പിച്ചു പറയുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ദൈവത്തെ മറന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ദൈവിക വിധിയിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. അടിച്ചമർത്തപ്പെട്ടവരുടെ വിലാപം കേൾക്കുന്ന ദൈവം അഹങ്കാരികളുടെ കോട്ടകൾ നിലം പരിശാക്കുമെന്ന് ഏശയ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ഈ വിധിക്കിടയിലും അനുദപിക്കുന്നവർക്കായ ദൈവം തൻ്റെ കരുണയുടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സത്യത്തിൽ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹപ്രകടനമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങാൻ ഈ വചനഭാഗം നമ്മെ ശക്തമായി പ്രേരിപ്പിക്കട്ടെ. ഏശയ്യ കണ്ട കാവൽക്കാരനെ പോലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മയങ്ങിപ്പോകാതെ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ അവസാനിക്കുമെന്നും നിത്യമായ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും എന്നുമുള്ള പ്രത്യാശയാണ് ഈ വേദഭാഗം നൽകുന്നത്. അന്ത്യവിധി അടുത്തിരിക്കുന്നുവെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ അവിടുത്തെ മുൻപിൽ ലജ്ജയില്ലാതെ നിൽക്കാൻ ഈ കാത്തിരിപ്പ് നമ്മെ പ്രാപ്തരാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്ന് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ബാബിലോൺ തകർന്നാലും നമ്മെ സ്നേഹിക്കുന്ന ദൈവം എന്നേക്കും വിശ്വസ്തനായി കൂടെ ഉണ്ടാകും. ജീവിതത്തിലെ കഷ്ടതകളിലും പ്രതിസന്ധികളിലും തളരാതെ നിത്യമായ പ്രഭാതത്തിലേക്ക് കണ്ണുനട്ട് നമുക്ക് ജീവിക്കാം. പ്രത്യാശയോടെ തിന്മയുടെ ശക്തികൾ എത്ര വലുതാണെന്ന് തോന്നിയാലും കർത്താവിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവം നൽകുന്ന ഈ വലിയ പ്രത്യാശയിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ.